ഈ ആഴ്ച ഔഷധിയിലൂടെ മുരിങ്ങയെക്കുറിച്ച് നമുക്ക് അടുത്തറിയാം. മുരിങ്ങേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് മുരിങ്ങ. പൂവുകളുടെ നിറത്തെ ആസ്പദമാക്കി 4 തരം മുരിങ്ങകളെ ആയുർവേദ ആചാര്യന്മാർ തരംതിരിച്ചിട്ടുണ്ട്. വെള്ള, മഞ്ഞ, നീല, ചുവപ്പ് എന്നീ പുഷ്പവർണ്ണങ്ങളാണ് ഇവ. കരിമുരിങ്ങ, ചെറുമുരിങ്ങ എന്നിങ്ങനെയുള്ള പേരുകളും ചില മുരിങ്ങയിലകൾക്ക് നൽകിയിട്ടുണ്ട്. അല്പം ചില വ്യത്യാസങ്ങൾ ഔഷധമൂല്യത്തിൽ ഉണ്ടാകാമെങ്കിൽ കൂടിയും കൂടുതലായും സാമ്യങ്ങളും ഐക്യരൂപവുമാണ് എല്ലാ മുരിങ്ങവർഗ്ഗങ്ങൾക്കും ഉള്ളത്. കടുകഷായ തിക്തരസവും രസഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവും ആണ് മുരിങ്ങ. മുരിങ്ങയുടെ വേരും ഇലയും തൊലിയും കായും പൂവും എല്ലാം തന്നെ ഔഷധയോഗ്യങ്ങളാകുന്നു. വാതരോഗവേദന, നീര്, രക്തസമ്മർദ്ദം, മഹോദരം, കൃമി, പ്ലീഹരോഗം, അപസ്മാരം, ഹിസ്റ്റീരിയ, നേത്ര ഉദര സംബന്ധമായുള്ള രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ വളരെയധികം ഔഷധയോഗ്യമാണ് മുരിങ്ങ. ഇവയുടെയെല്ലാം ചികിത്സയിൽ മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങൾക്ക് പ്രധാനമായുള്ള സ്ഥാനമുണ്ട്. മുരിങ്ങയുടെ ഇലയിൽ ജീവകം എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുരിങ്ങയിലയുടെ കറി ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വേരിൽ ബാഷ്പശീല തൈലവും തൊലിയിൽ ആൽക്കലോയിഡും വിത്തിൽ എണ്ണയും ഇതിലുണ്ട്. വാതവേദന, നീര്, ആമവാദം എന്നിവയെല്ലാം തന്നെ ശമിക്കുവാൻ വിത്തിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ തേച്ച് ചൂട് പിടിപ്പിച്ചാൽ മതിയാകും. മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചിടുന്നതും വളരെയധികം ഗുണപ്രദമാണ്. ഇതിൻ്റെ വേര് അരച്ച് പോൾട്ടീസാക്കി ഇടുന്നത് നീരിനെ വളരെയധികം ഗുണം ചെയ്യും. തലവേദന, കഫജമായ മറ്റു വേദനകൾ ഇവയെല്ലാം തന്നെ മാറുവാൻ മുരിങ്ങയുടെ ഉണങ്ങിയ കുരു വെള്ളത്തിലിട്ട് അരച്ച് നസ്യം ചെയ്താൽ മതിയാകും. ചൂടോടുകൂടി മുരിങ്ങയില നീരിൽ കുരുമുളക് അരച്ച് നെറ്റിയിൽ പുരട്ടുന്നതും വളരെയധികം ഫലപ്രദം തന്നെയാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ മുരിങ്ങയിലയ്ക്ക് അത്ഭുതകരമായുള്ള ശേഷിയുണ്ട്. ദിവസവും 8-10 ഗ്രാം മുരിങ്ങയില ഭക്ഷിക്കുക. 1/2 ഔൺസ് മുരിങ്ങയില നീർ ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ കഴിക്കുക. 3-4 ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നത് രക്താതിസമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. അല്പം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഉപ്പ് ഉപേക്ഷിക്കേണ്ടതാണ്.